കൂട്ടുകാരെ, നമുക്കിന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചാലോ? കോവയ്ക്കായും കാന്താരിയും കൂടെ നല്ലതല്ലേ? റൗണ്ടിലരിഞ്ഞ് നല്ലതല്ലേ? അപ്പോൾ നമുക്കിന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. കോവയ്ക്ക അരിഞ്ഞ് ഇങ്ങനെ റൗണ്ട് ചെറുതായിട്ട് കനം കുറച്ച്, എന്നിട്ട് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സ്റ്റൗവിലോട്ടും ഇങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിട്ട് ഉപ്പ് വിടുമ്പോൾ എല്ലാത്തിലും പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാത്തിലും അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിന് ഉപ്പിട്ടിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കും. കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. തൊട്ട് ലേശം ചില്ലി ഫ്ലേക്സ് ശകലം മതി. കാരണം ഞാൻ വേറെ മുളക് പൊടി ഇടുന്നില്ല. പച്ചയ്ക്ക് ഇടുമ്പോഴേ ചൊവ്വരത്തില്ല. അപ്പോൾ ഒന്ന് നമ്മുടെ ചില്ലി ഫ്ലേക്സൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഞാൻ കോവയ്ക്ക ഉണ്ടല്ലോ ഇങ്ങോട്ടിടുവാണ്. ഇത് ഇവിടുത്തെ കോവയ്ക്ക കേട്ടോ, നല്ല കോവയ്ക്ക, നല്ല നീളമുള്ള കോവയ്ക്കാണ്. 7 വർഷമായി തോന്നുന്നു ഒരു കോവ കൊണ്ടുവച്ചിട്ട്. ഇഷ്ടം പോലെ ഉണ്ടാകുന്നു. എപ്പോൾ ചെന്ന് നോക്കിയാലും നമ്മളെ ഇത് നിരാശപ്പെടുത്തത്തില്ല. ചിലപ്പോൾ ആണെങ്കിലും 2-3 ഉണ്ടെങ്കിൽ ഒരു മിക്സ് തോരൻ, ഒരു കിഴങ്ങ്, ഒരു സവാളയുള്ളി, ഒരു ക്യാരറ്റൊക്കെ ഇട്ട് മിക്സ് തോരൻ വെക്കാനും നല്ലതല്ല. അപ്പോൾ ഇതൊന്ന് പാടിക്കോട്ടെ. നമ്മുടെ കോവയ്ക്കെല്ലാം വഴണ്ട് വരുന്നുണ്ട്. നമ്മുടെ കാന്താരി ഉണ്ടല്ലോ ഇങ്ങോട്ടിടുവാണ്. പച്ചമുളകോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. നല്ല ടേസ്റ്റ് ആയത് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് എടുക്കുന്നത്. എനിക്കിതാ മറ്റേ നീളത്തിൽ അരിയുന്നത് എനിക്ക് ഇഷ്ടത്തിന്. ചിലപ്പോൾ വറുത്ത് കോരി വെക്കും. അത് തോനെ വേണം. ഇവിടെ എനിക്കുണ്ട്, അപ്പനുണ്ട് ഷുഗർ. അപ്പം കൂടുതൽ സമയം ദിവസം ഞാൻ ഇതാണ് എടുക്കുന്നത്. ഒന്നും കൂടി വേണ്ടോട്ടെ. നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഇത്രയാകാം. അപ്പോൾ ഒത്തിരി വേവരുത്. നമുക്ക് പച്ച കടിക്കണം. പാവയ്ക്ക ആയാലും എല്ലാം പച്ചയ്ക്ക്, പാവയ്ക്ക വറുത്ത് പോരാതെ നമ്മൾ മെഴുക്കുവരട്ടി വെക്കുന്നത് ഇങ്ങനെയാകാവും. നല്ല ടേസ്റ്റായത് കേട്ടോ. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. സ്റ്റൗ ഓഫ് ആക്കുവാണ്. പിന്നെ അത് കിടന്നുണ്ട് കാന്താരി കണ്ടോ, വാടിയത് കണ്ടോ. മറ്റേ ആണെങ്കിൽ പൊട്ടിപ്പോവും. ഇതാകുമ്പോൾ നമുക്കൊന്ന് എടുത്ത് കടിക്കാനും പറ്റും. അപ്പം നമ്മൾ മെഴുക്കുവരട്ടി കൂടുതൽ വെന്ത് കഴിഞ്ഞ് എടുക്കാറാകുമ്പോഴേക്കും അപ്പം കാന്താരി ഇടാവും. നല്ല ഒത്തിരി വെന്തയത്.